وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِن قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ بَلِ اللَّهَ فَاعْبُدْ وَكُن مِّنَ الشَّاكِرِينَ وَمَا قَدَرُوا اللَّهَ حَقَّ قَدْرِهِ وَالْأَرْضُ جَمِيعًا قَبْضَتُهُ يَوْمَ الْقِيَامَةِ وَالسَّمَاوَاتُ مَطْوِيَّاتٌ بِيَمِينِهِ سُبْحَانَهُ وَتَعَالَى عَمَّا يُشْرِكُونَ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, അനുഭാവികളെ, നാട്ടുകാരെ, സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളക്രമം തെറ്റാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഓരോന്നും കണിശമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആദ്യമായി ഗൗരവപൂർവ്വം ഉണർത്താനുള്ളത്. തൗഹീദ് അജയ്യം അചഞ്ചലം എന്ന ഒരു ബാനറിൽ ഈ കാക്കയങ്ങാട് പ്രദേശത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. തൗഹീദ് എന്ന വാക്ക് കേൾക്കാത്ത മുസ്ലിമീങ്ങൾ ആരും ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നില്ല. ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ സിദ്ധാന്തം അതിനെ സൂചിപ്പിക്കുവാനാണ് പൊതുവെ തൗഹീദ് എന്ന വാക്ക് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാറുള്ളത്. മറ്റു മതവിശ്വാസങ്ങളിൽ നിന്നും ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിലെ മതവിശ്വാസത്തെ വേർതിരിച്ചു നിർത്തുന്നത്
ഇസ്ലാം ശുദ്ധമായ ഏകദൈവ സിദ്ധാന്തത്തിൽ ഊന്നി നിൽക്കുന്നു എന്നതാണ്. ലോകത്തെ സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും ഏകനായ ദൈവമാണ്. മഴ വർഷിപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും അവനാണ്. പരമാണു മുതൽ പരശതം ഗോളങ്ങളെയും ചേതന അചേതന വസ്തുക്കളെയും സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും അവനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് മതവിശ്വാസികൾ ലോകത്തുണ്ട്. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ ആരാധനകളും ഈ സൃഷ്ടാവായ, സംരക്ഷകനായ, അന്നദാതാവായ ഈ സൃഷ്ടാവിന് മാത്രം നൽകണം എന്ന് നിഷ്കർഷയുള്ളവർ വളരെ കുറവാണ്. അള്ളാഹുവിലേക്ക് അഥവാ ലോകത്തിന്റെ സൃഷ്ടാവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ കെൽപ്പുള്ള, മനുഷ്യന്റെ പ്രാർത്ഥനകൾ എത്തിക്കാൻ കെൽപ്പുള്ള ഇടയാളന്മാരെയും മധ്യസ്ഥന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് അള്ളാഹുവിലുള്ള സ്വാധീനം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരുമെന്നുമാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. അത്തരം മധ്യസ്ഥന്മാരെ ശുപാർശക്കാരായും നമ്മുടെ കാര്യസാധ്യത്തിന് നാം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ചെയ്തു തരുന്ന ആളുകളായും ജനങ്ങൾ എക്കാലത്തും വിചാരിച്ചു പോന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തൗഹീദുമായി പൊരുത്തപ്പെടുമോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത്. എന്താണ് തൗഹീദ് എന്നതിന് പൊതുവെ മുസ്ലിമീങ്ങൾ പണ്ടൊക്കെ മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നത് അള്ളാഹു അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ സത്ത, അവന്റെ ഗുണങ്ങൾ അഥവാ വിശേഷണങ്ങൾ, അതുപോലെ അവന്റെ പ്രവൃത്തികൾ, അതിൽ അവൻ ഏകനാണ്. അവന് യാതൊരു പങ്കുകാരുമില്ല. അവന്റെ സത്ത പോലൊരു സത്തയില്ല. അവന്റെ ഗുണങ്ങൾ പോലെ ഗുണങ്ങളുള്ള ഒരു സൃഷ്ടിയുമില്ല. അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങൾ പോലെ പ്രവർത്തനമുള്ള ഒരാളുമില്ല. ഇതാണ് പൊതുവെ തൗഹീദിന് ആളുകൾ പറഞ്ഞു വരാറുള്ള ഒരു നിർവചനം. എന്നാൽ മനുഷ്യരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട തൗഹീദ്, അതിനെ സംബന്ധിച്ച് പറയാറുള്ളത് ഹുവ ഹസ്റുൽ മഹ്ബൂദിയ്യത്തി ഫീഹി, ആരാധ്യനായിരിക്കുക എന്ന അവകാശം അത് അല്ലാഹുവിൽ മാത്രം പരിമിതപ്പെടുത്തുക. വഹുവ അല്ലാ യുശ്രിക ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിന് ചെയ്യുന്ന ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനയിലുള്ള ഏകത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഈ തൗഹീദിന്റെ നേർവിപരീതമാണ് ശിർക്ക് അഥവാ പങ്കുചേർക്കൽ. അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ അവന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടെന്ന് വിചാരിക്കുകയോ വിശ്വസിക്കുകയോ തദടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനാണ് ശിർക്ക് അല്ലെങ്കിൽ ബഹുദൈവത്വം എന്ന് പറയുന്നത്. പല ആളുകളും വിചാരിക്കുന്നത് പോലെ ഒന്നിലധികം ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ബഹുദൈവത്വമാകൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുമാത്രമല്ല ബഹുദൈവത്വം, ദൈവത്തിന്റെ ഗുണങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ അവ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ, ഉദാഹരണമായി ആരാധനകളൊക്കെയും പ്രാർത്ഥനകളൊക്കെയും അവന് മാത്രമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു അല്ലാത്ത ആരെയെങ്കിലും ആരാധിക്കുകയോ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അയാൾ ശിർക്ക് വച്ചവനായി. അതുകൊണ്ടാണ് വഅമ്മൽ ഇശ്റാഖു ഫമദ്ഉൽ മഅബൂദിയ്യത്തി ഫീ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിൽ ആരാധ്യത വകവെച്ചു കൊടുക്കലാണ് ശിർക്ക് എന്ന് പല പണ്ഡിതന്മാർ നിർവചിക്കാൻ കാരണം. വിശുദ്ധ ഖുർആൻ നമുക്ക് 25ഓളം നബിമാരുടെ ചരിത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പേരു പറഞ്ഞ 25 നബിമാരെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂവെങ്കിലും പേരു പറയാത്ത ഒരുപാട് അനേകായിരം പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, മനുഷ്യ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വന്നുപോയിട്ടുണ്ടെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ നബിമാരുടെയൊക്കെ പ്രബോധന ചരിത്രത്തിന്റെ സാരാംശം, അതിന്റെയൊക്കെ ആകത്തുക ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ 25 നബിമാരുടെ ചരിത്രത്തിലൂടെ. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. സൂറത്ത് അംബിയായിൽ അല്ലാഹു പറഞ്ഞു, നിനക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും അയച്ചിട്ടില്ല, നാം അവർക്ക് വഹ്യ് നൽകിയിട്ടല്ലാതെ. എന്താണ് വഹ്യ് നൽകിയത്? ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല,
അതുകൊണ്ട് എന്നെ ആരാധിക്കണം എന്ന് വഹ്യ് നൽകാതെ ഒരൊറ്റ നബിയെയും ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, നബിമാര് വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടിലല്ല, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തല്ല, മനുഷ്യ ചരിത്രത്തിന്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ വിവിധങ്ങളായ നാടുകളിൽ, വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള എല്ലാ നബിമാരും അവരുടെ പ്രബോധനത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചതും ഓർമ്മപ്പെടുത്തിയതുമായ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതു ഭാഗത്ത്, ഏതു കാലത്ത്, ഏതു നാട്ടിൽ നാം ദഅവത്ത് നടത്തുമ്പോഴും നബിമാരെ മാതൃകയാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരവരെ പ്രബോധനത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുക എന്ന ശിർക്ക് അത് കൈവെടിയുക, ഈ ഒരു വിഷയം ജനങ്ങളെ പഠിപ്പിക്കാത്ത ഒരു ദഅവത്തും ലോകത്ത് ഇസ്ലാമിക ദഅവത്തായി നടക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബിമാര് വന്ന നാട്ടിൽ എന്തെല്ലാം ജീർണതകൾ ഉണ്ടായിരുന്നു. മനുഷ്യൻ സാംസ്കാരികമായി തരം താഴ്ന്ന ഒരുപാട് കാലഘട്ടങ്ങളിൽ ഒരുപാട് ജീർണതകൾക്ക് നടുവിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. മദ്യപാനം, സ്ത്രീപീഡനം, അതുപോലെ തന്നെ പലിശ എന്നു തുടങ്ങിയ വ്യഭിചാരം, എല്ലാ തരത്തിലുള്ള ജീർണതകളും പ്രവാചകന്മാർ വന്ന നാടുകളിൽ ഉണ്ടായിരുന്നു. അതിനൊന്നും എതിരെ അവർ കണ്ണടച്ചിട്ടില്ല, അതിനെല്ലാം അവർ എതിർത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രബോധനത്തിൽ ഏറ്റവും വലിയ തിന്മയായി അവർ ചൂണ്ടിക്കാണിച്ചത് ശിർക്ക് എന്ന തിന്മയായിരുന്നു. വിശ്വാസത്തിലും കർമ്മത്തിലും അള്ളാഹുവിന് പങ്കുകാരെ ചാർത്തുന്ന ശിർക്ക്, അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം, മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന കുറ്റങ്ങളിൽ ഏറ്റവും വലിയ കുറ്റം. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് ഗുരുതരമായ അക്രമമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു സംഗതിയാണ്, ലോകത്തെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന്, നമുക്ക് മഴ വർഷിപ്പിച്ച്, നമുക്ക് വെള്ളം തന്ന്, നമുക്ക് വായു തന്ന്, എല്ലാം ഒരുക്കി തന്ന ആ നാഥനെയാകുന്നു നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് തികച്ചും ന്യായമാണ്. എന്നാൽ അങ്ങനെ യാതൊന്നും ചെയ്തിട്ടില്ലാത്ത, ഒന്നും സൃഷ്ടിച്ചിട്ടില്ലാത്ത, ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ലാത്ത, ഒരു സൃഷ്ടിക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ അഭൗതികമായ നിലയ്ക്ക് യാതൊരു കഴിവുമില്ലാത്ത സൃഷ്ടികളെയാണ് പല ആളുകളും ആരാധിക്കുന്നത്. സൃഷ്ടാവായ റബ്ബിന്റെ വെള്ളം കുടിച്ച്, അവൻ നൽകിയ വായു ശ്വസിച്ച്, അവൻ നൽകിയ ശരീരം കൊണ്ട്, അവൻ നൽകിയ നിത്യേനയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് മനുഷ്യൻ അല്ലാഹുവല്ലാത്തവൻ ആരാധിക്കുക എന്നത് തികഞ്ഞ നന്ദികേടാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ശിർക്ക് ഗുരുതരമായ പാപവും അക്രമവുമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടായിട്ടും കാര്യമില്ല, തൗഹീദ് ശരിയായില്ലെങ്കിൽ, ശിർക്ക് വന്നുപോയാൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമാകും. നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, യതീമിനെ സഹായിക്കുന്നു, സത്യം പറയുന്നു, നീതിക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ച് നന്മകൾ നിലനിർത്തുവാനും തിന്മകൾ ഇല്ലാതാക്കുവാനും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നാം അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുകയും അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ നേർച്ച വഴിപാടുകൾ അല്ലാഹുവല്ലാത്തവർക്ക് അർപ്പിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മൾ ചെയ്ത നന്മകൾക്കൊന്നും പരലോകത്ത് യാതൊരു വിലയുമില്ല. അത് വിശുദ്ധ ഖുർആൻ എല്ലാ നബിമാരുടെയും സന്ദേശമായിട്ടാണ് എടുത്തു പറയുന്നത്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. മുഹമ്മദ് നബിയെ, നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള നബിമാർക്കൊക്കെയും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, അവന്റെ അധികാരാവകാശങ്ങളിൽ വല്ല നിലക്കും നിങ്ങൾ പങ്കുചേർത്താൽ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമലുകൾ നിഷ്ഫലമാകുന്ന അങ്ങേയറ്റത്തെ വിഷമാകുന്നു ശിർക്ക് എന്ന മഹാപാപം. അതുപോലെ തന്നെ നാളെ മരണാനന്തരം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എങ്കിൽ ശിർക്കോട് കൂടി മരിച്ചാൽ അയാൾ ഒരിക്കലും തന്നെ സ്വർഗം കാണുകയില്ല. അയാൾക്ക് സ്വർഗം ഹറാമാണ്. മറിച്ച് അയാളുടെ സങ്കേതം, അയാൾക്ക് ചെന്നു ചേരാനുള്ള സ്ഥാനം അത് നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നഹു മൻ യുശ്രിക ബില്ലാഹ്
ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ശിർക്ക് വെച്ചാൽ, അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കിയിരിക്കുന്നു, അയാളുടെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ. അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവനായിക്കൊണ്ട് ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കും. വമൻ ലഖിയഹു യുശ്രികു ബിഹി. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനായിക്കൊണ്ടാണ് ഒരാൾ മരണാനന്തരം അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൻ നാർ, അയാൾ നരകത്തിൽ കടക്കുന്നതാണെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ മരിക്കുന്ന സമയത്ത് തൗഹീദോടെ മരിക്കണം. ശിർക്കിൽ നിന്നും പൂർണ്ണമായും തൗബ ചെയ്ത് തൗഹീദിൽ ജീവിച്ച് ഒരു ദിവസമാണെങ്കിലും നാം മരണപ്പെട്ടാൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും, അള്ളാഹു നമുക്ക് സ്വർഗം തരും. ഈ ഒരു കാര്യമാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ വലിയ വിഭാഗത്തിനും അജ്ഞാതമായിട്ടുള്ളത്. തൗഹീദ് ഇത്രമേൽ പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമാണ്, ശിർക്ക് ഇത്രമാത്രം ഗുരുതരമായ തെറ്റാണ് എന്ന് അറിയാത്ത ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. മരിക്കും മുമ്പ് തൗബ ചെയ്തില്ലെങ്കിൽ പൊറുക്കാത്തൊരു പാപം അത് ശിർക്കാണ്. മറ്റു പാപങ്ങളൊക്കെ ഒരുപക്ഷെ അള്ളാഹു അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശിർക്ക് പൊറുക്കുകയില്ല. ശിർക്കിലായിക്കൊണ്ട് തൗബ ചെയ്യാതെ നിങ്ങൾ മരിച്ചാൽ ഒരിക്കലും തന്നെ ശിർക്ക് പൊറുക്കുകയില്ലെന്ന് ഖുർആൻ അതാ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അല്ലാഹു അവനോട് പങ്കു ചേർക്കപ്പെടുന്നത് ക്ഷമിക്കുകയില്ല, പൊറുത്തു തരികയില്ല. അതല്ലാത്ത അതിനു താഴെയുള്ള കുറ്റങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുത്തേക്കാം എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. മദ്രസയിൽ നമ്മളൊക്കെ 7 വൻപാപങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്. നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടവർജിക്കണം. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ സഹാബികൾ ഏതൊക്കെയാണെന്ന് അതറിയാൻ ആഗ്രഹിച്ചു. റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്തു, അശ്ശിർകു ബില്ലാഹ്. ഒന്നാമതായി എണ്ണിയത് അല്ലാഹുവിൽ പങ്കു ചേർക്കുക, കണ്ടോ. രണ്ടാമതാണ് സിഹ്ർ, മാരണം, കൂടോത്രം ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമതാണ് മനുഷ്യനെ കൊല്ലൽ, പിന്നെ പലിശ തിന്നൽ, യതീമിന്റെ ധനം അന്യായമായി തിന്നൽ, യുദ്ധരംഗത്തു പിന്തിരിഞ്ഞോടൽ, നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരോപണം പറയൽ. ഈ 7 പാപങ്ങൾ എടുത്തു പറഞ്ഞു. ഇത്തരം പാപങ്ങൾ നമ്മളിൽ സംഭവിച്ചാൽ അതിന്റെ കുറ്റം പേറേണ്ടി വരുമെന്ന് മാത്രമല്ല, ചെറുതായ ദോഷങ്ങൾ, ചെറുദോഷങ്ങൾ നമ്മളിൽ സംഭവിച്ചാൽ അത് പൊറുക്കാനുള്ള സാധ്യതയും ഇല്ലാതായി. അത് ഖുർആൻ തന്നെ സൂറത്തുൻ നിസാഇൽ പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഉപേക്ഷിക്കുന്ന പക്ഷം നുകഫിർ അൻകും സയ്യിആതികും. നിങ്ങളുടെ പാപങ്ങളെ നാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതും വനുദ്ഖിൽകും മുദ്ഖലം കരീമ. നിങ്ങളെ മാന്യമായ പ്രവേശന സ്ഥാനത്ത് അഥവാ സ്വർഗത്തിൽ നിങ്ങളെ നാം പ്രവേശിപ്പിക്കുന്നതുമാണ് എന്ന് സൂറത്തു നിസാഇൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി. അപ്പൊ ശിർക്ക് പോലെയുള്ള ഈ പറഞ്ഞ വൻപാപങ്ങൾ, ഈ 7 പാപങ്ങൾ മാത്രമല്ല, ഇനിയും കുറെ വൻപാപങ്ങളുണ്ട്. അത്തരം വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിന്റെ പാപഫലം പേറേണ്ടി വരുന്നതോടൊപ്പം ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യതയും ഇല്ലാതായി തീരുന്നു എന്നതാണ് അതിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഇത്തരം പാപങ്ങൾ വന്നു വശാകുന്നതിനെ നാം പേടിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ പാപങ്ങളെയും ഭയപ്പെടുന്നതിനേക്കാളേറെ ശിർക്ക് വന്നു പോകുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. പക്ഷേ പല ആളുകളും ഇന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരിക്കലും തന്നെ ശിർക്ക് വരാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് പല ആളുകളും ഇപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് 2 ഷഹാദത്ത് കലിമയും അംഗീകരിച്ച ഒരു മുസൽമാൻ, ആ മുസൽമാൻ വ്യഭിചാരം വന്നു പോകുന്നതിനെ പേടിക്കണം, പലിശ വന്നു പോകുന്നതിനെ പേടിക്കണം, അതുപോലെ പലതരത്തിലുള്ള തെറ്റുകളും വന്നു പോകുന്നതിനെ പേടിക്കണം. എന്നാൽ ശിർക്ക് വന്നു പോകുന്നതിനെ പേടിക്കേണ്ടതില്ല, അങ്ങനെ പേടിക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, കാര്യം അങ്ങനെയല്ല. മറ്റെല്ലാ പാപങ്ങളെക്കാളേറെ നാം പേടിക്കേണ്ട ഗൗരവമേറിയ ഒരു കുറ്റമാണ് യഥാർത്ഥത്തിൽ ശിർക്കെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
ഈ കള്ളപ്രചരണം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ശിർക്ക് അതത്ര കാര്യമാക്കേണ്ടതില്ല, അങ്ങനെ ശിർക്കിലേക്ക് പോകുമെന്ന് അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 നാശകരങ്ങളായ പാപങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അല്ലാഹുവിന്റെ റസൂൽ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നാലും അവിടുന്ന് ഒന്നാമത് എണ്ണിയത് ശിർക്ക് ബില്ലാഹ്. അതിനെ നിങ്ങൾ പേടിക്കേണ്ടെന്നല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട അതിനെയാണെന്നാണ്. സൂറത്തുർ റൂമിൽ തന്നെ കാണാം 31-32 വചനങ്ങളിൽ, മുനീബീന ഇലൈഹി വത്തഖൂഹു വഅഖീമുസ്സലാ വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരായിക്കൊണ്ട് അവനെ സൂക്ഷിക്കുന്നവരായിക്കൊണ്ട് ജീവിക്കണം. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തണം. ശിർക്ക് വെക്കുന്നവരിൽ നിങ്ങൾ പെട്ടുപോകരുത്. മിനല്ലദീന ഫറഖൂ ദീനഹും, അവരവരെ മതത്തെ കണ്ടം തുണ്ടമാക്കിയവരാണ്. വകാനൂ ശിയഅ, അങ്ങനെ അവർ വിവിധ പാർട്ടികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മുശ്രിക്കുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോകരുത്. കണ്ടോ? അപ്പൊ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടു പോകുന്നതിനെ, ശിർക്കൻ സംഭവിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളയോട് അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും ശിർക്ക് വെച്ചാൽ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകും. റസൂല് ശിർക്ക് വെക്കോ? എല്ലാ പാപങ്ങളിൽ നിന്നും അള്ളാഹു റസൂലുള്ളാനെ കാത്തിട്ടുണ്ട്, മഅസൂമാണ് അവിടുന്ന്. പിന്നെ എന്താണ് ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം? വഹുവ ഖിതാബുൽ ലിന്നബിയ്യ ഖാസത്തൻ, നബിയോട് മാത്രമുള്ള സംബോധനമാണെന്നൊരു അഭിപ്രായമുണ്ട്. വഖീലൽ ഖിതാബു ലഹു വൽ മുറാദു ഉമ്മത്തുഹു. കണ്ടോ? ഇത് അഭിസംബോധനം നബിയോടാണെങ്കിലും മുറാദ്, അതിന്റെ ഉദ്ദേശം നബിയുടെ ഉമ്മത്താണ്. ഇത് ഖദ് അലിമല്ലാഹു അന്നഹു ലാ യുശ്രിക് വലാ യഖഉ മിൻഹു ഇശ്റാഖ്, റസൂലുള്ളാഹിൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയില്ല, അവിടുന്ന് ശിർക്ക് വെക്കുകയില്ല എന്ന് അല്ലാഹുവിനറിയാം. പിന്നെ എന്തിനാണ് മുഹമ്മദെ നീ ശിർക്ക് വെച്ചാ നിന്റെ അമല് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞത്? അത് ഉമ്മത്തിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം സൂറത്ത് ലുഖ്മാനിൽ 1-ാമത്തെ ഉപദേശം തന്നെ എന്താ? യാ ബുനയ്യ, കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കല്ലേ, ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്ക് ഗുരുതരമായ പാപമാകുന്നു എന്നാണ്. നമുക്കറിയാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ നേരത്ത് തന്റെ മക്കളെ വിളിച്ച് വസിയത്ത് ചെയ്തത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണം ആസന്നമായ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നോ? പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പിൻഗാമിത്വം അവകാശപ്പെട്ട യഹൂദികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ യാക്കൂബ് നബിന്റെ പിൻഗാമികളാണെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം മരിക്കാൻ നേരത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ വസിയത്ത് എന്താ? ഇത് ഖാലലി ബനീഹി മാ തഅബുദൂന മിൻ ബഅദി, തന്റെ മക്കളോട് ചോദിച്ചു, മക്കളെ എനിക്കു ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലൂ, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ, ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെ ആരാധിക്കും, നിങ്ങളെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരുടെയൊക്കെ ഇലാഹായ ഏക ഇലാഹിനാണ് ഞങ്ങൾ ആരാധന ചെയ്യുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് എല്ലാം സമർപ്പിച്ചവരായിരിക്കും. സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ വചനത്തിൽ നമുക്കിത് വായിക്കാം. അപ്പൊ നബിമാരും പുണ്യപുരുഷന്മാരും ഒക്കെ ശിർക്ക് വരാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ മക്കളോട് ഉപദേശിച്ചിരുന്നു. ശിർക്ക് ഭയപ്പെടേണ്ടാത്ത കുറ്റമാണെങ്കിൽ മുസ്ലിമീങ്ങൾ ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താ? വലാ തഖൂമു സ്സാഅതു ഹത്താ തല്ലക ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീന, എന്റെ ഉമ്മത്തിൽ കുറെ വിഭാഗങ്ങൾ മുശ്രിക്കീങ്ങളോട് ചെന്നു ചേരുന്നത് വരെയും അന്ത്യസമയം സംഭവിക്കുകയില്ല. വഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ-ഔസാൻ, എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ ആളുകൾ ബിംബങ്ങൾ ആരാധിക്കുന്ന അവസ്ഥ വരെ വരും അന്ത്യസമയത്തിന് മുമ്പ്. കണ്ടോ? അപ്പൊ ശിർക്ക് സംഭവിക്കുകയില്ലെന്നല്ല, ബിംബാരാധന വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ച കിതാബുൽ ഫിതൻ, കുഴപ്പങ്ങളുടെ അധ്യായം എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും, നിങ്ങളെ മുമ്പുള്ളവരുടെ ചീത്ത നടപടിക്രമങ്ങളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. കണ്ടോ? എന്നിട്ടോ ആ പിന്തുടരലിന്റെ രീതി പറഞ്ഞതാ, ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ ദഖലു ജുഹറ ലുബ്ബിൻ, അവർ ഒരു ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ ലദഖൽതുമൂഹു, നിങ്ങളും അവരെ പിന്നാലെ ആ മാളത്തിൽ കടക്കാൻ ശ്രമിക്കും. ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ,
അൽ യഹൂദ വന്നസാറ, ഞങ്ങളെ മുമ്പുള്ളവരെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂത ക്രിസ്ത്യാനികളെയാണോ? മുൻ സമുദായങ്ങൾ എന്നതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്നത്? ഖാല ഫമൻ, അല്ലാതെ മറ്റാരെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച തെറ്റ്? നമുക്കെല്ലാവർക്കും അറിയാം. ഈസാ മസീഹിനെ അള്ളാഹുവിന്റെ പുത്രനായി വാഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ ദൈവം മൂന്നാണെന്നും എന്നാൽ ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നും ക്രിസ്തീയ സമൂഹം ഈസാ നബിയെ, യേശുവിനെ ആരാധിക്കുന്നു. എന്താണ് യഹൂദികൾക്ക് പറ്റിയ തെറ്റ്? ഉസൈർ പ്രവാചകനെ ദൈവപുത്രനായി അവരോധിച്ചു, അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? പ്രവാചക സ്നേഹത്തിൽ അവർ അതിരുകവിഞ്ഞു പോയി. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടതെന്ന് അവർക്ക് അറിയാതായി പോയി. ഈ ഒരവസ്ഥ നിങ്ങൾക്കും വരും. അപ്പൊ അവർക്ക് സംഭവിച്ച ശിർക്ക് നിങ്ങളിലും സംഭവിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടുണ്ടായ ആ പ്രവചനം കൊണ്ട് റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഒരിക്കൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞില്ലേ, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഈസാ നബിയെ അമിതമായി വാഴ്ത്തി പറഞ്ഞതുപോലെ, അതിരുവിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല കേട്ടോ. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് മാത്രമേ നിങ്ങൾ എന്നെ കുറിച്ച് പറയാവൂ എന്ന്. കണ്ടോ, പ്രവാചകന്മാരെ അവർക്ക് അർഹിക്കാത്ത സ്ഥാനങ്ങളിൽ അവരോധിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ പോലുള്ള സ്ഥാനങ്ങൾ കൽപ്പിക്കുന്ന അവസ്ഥ, അവരിൽ ദിവ്യത്വമുണ്ടെന്ന വിചാരം, അതാണ് യഥാർത്ഥത്തിൽ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യനിമിഷങ്ങൾ കഴിച്ചുകൂട്ടിയ സന്ദർഭത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വചനമുണ്ട്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. എന്തിനാ ഇത് പറഞ്ഞത്? മരിക്കാൻ സമയത്ത് ശത്രുക്കളെ പ്രാഗി പറഞ്ഞ് ശപിച്ച് അതിനുവേണ്ടിയാണോ? ഒരിക്കലും പ്രവാചകന്റെ ജോലിയല്ലാതെ. ശപിക്കാൻ പറയുന്നവരോട് ഞാൻ ശപിക്കാൻ നിയോഗിക്കപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ദേഹമാണ്. പിന്നെന്തിനാണ് അവസാന നിമിഷം ഇത് പറഞ്ഞത്? കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ അനുയായികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. അവർ പ്രവർത്തിച്ചതുപോലുള്ളത് തന്റെ ഉമ്മത്ത് പ്രവർത്തിക്കുമെന്നതിനാൽ തന്റെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അതുവഴി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അവരുടെ വിരിമാറിൽ തലചായ്ച്ചുകൊണ്ടാണല്ലോ പുണ്യ റസൂൽ അന്ത്യസമയം കഴിച്ചു കൂട്ടിയത്. കണ്ടോ? അപ്പൊ എന്താണ്? ജൂത ക്രിസ്ത്യാനികൾ ഖബറാരാധകന്മാരായി മാറി, പ്രവാചകന്മാരെ ഖബറുകളെ കെട്ടിയുയർത്തി ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതുപോലെ എന്റെ ഉമ്മത്തും ചെയ്യുമെന്നതിനാൽ ഉമ്മത്തിനെ താക്കീത് ചെയ്യുകയായിരുന്നു അതിലൂടെ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്ക് വരികയില്ലെന്നാണോ? അല്ല, ശിർക്ക് വരും. ശിർക്കിനെ പേടിക്കണം. ബഹുദൈവത്വത്തിലേക്ക് ഈ ഉമ്മത്ത് വഴുതി പോകുന്നതിനെ നിങ്ങൾ പേടിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വാദം സ്ഥാപിക്കാൻ ഒരു ഹദീസ്, സഹീഹുൽ ബുഖാരി ഒരു ഹദീസ് ഇപ്പോൾ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അതിങ്ങനെയാണ്, ഒരു ഹദീസിന്റെ ഒരു ഭാഗം, വഇന്നി വല്ലാഹി മാ അഖാഫു ബഅദി അൻ തുശ്രികൂ, നിങ്ങൾ എനിക്ക് ശേഷം ശിർക്കിലകപ്പെടുമെന്ന് അല്ലാഹുവാടെ ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അൻ തനാഫസു ഫിഹാ, ദുനിയാവിൽ നിങ്ങൾ കടമത്സരം നടത്തുന്നതാണ് എനിക്കുള്ള പേടി. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാര് പറയാണ്, കണ്ടോ, ശിർക്ക് വരുമെന്നതിനെ കുറിച്ച് റസൂലിന് പേടിയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആയത്തുകൾക്കും ഹദീസുകൾക്കും എതിരായി ഒരു ഹദീസ് റസൂൽ പറയോ? അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകുമോ പ്രവാചക വചനങ്ങളിൽ? ഒരിക്കലുമില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഇമാം ബുഖാരിയുടെ സഹീഹിലാണല്ലോ ഈ ഹദീസ് ഉള്ളത്, 3596 ഹദീസ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അസ്കലാനി പറഞ്ഞു, ഫീഹി ഇൻദാറു ബിമാ സയഖഉ ഫവഖഅ കമാ ഖാൽ, വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിലുള്ളത്. റസൂൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്താണ് ആ മുന്നറിയിപ്പ്? വഅന്ന അസ്ഹാബഹു ലാ യുശ്രികൂന ബഅദഹു ഫകാന കദാലിക്, നബിയുടെ സഹാബികൾ നബിക്കു ശേഷം ശിർക്കിലകപ്പെടുകയില്ല. അതങ്ങനെ തന്നെ സംഭവിച്ചു. സഹാബികൾക്കിടയിൽ ഉണ്ടായതെന്താ? ദുനിയാവിന് വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള, അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കടമത്സരങ്ങളും അവർക്കിടയിൽ ഉണ്ടായി. പക്ഷെ അവർ ശിർക്കിലേക്ക് പോയിട്ടില്ല.
അപ്പൊ ആ ഹദീസിന്റെ ഉദ്ദേശം എന്നെ കേൾക്കുന്ന എന്റെ സഹാബത്ത് ശിർക്കിലേക്ക് പോവുകയില്ല എന്ന് മാത്രമാണ്. അല്ലാതെ വരാനിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ ഉമ്മത്തിൽ ആരും ശിർക്കിലേക്ക് പോവുകയില്ല എന്നല്ല. എന്ന് മാത്രല്ല, വേറൊരു ഹദീസ്, ഇതേ ഹദീസ് വേറൊരു സ്ഥലത്ത് അദ്ദേഹം വ്യാഖ്യാനിച്ചപ്പോ മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ, നിങ്ങൾ ശിർക്കിലേക്ക് പോകുന്നതല്ല എനിക്കുള്ള ഭയം എന്ന് പറഞ്ഞിട്ട് അലാ മജ്മൂഇക്കും, നിങ്ങൾ ഒന്നായി മുസ്ലിം ഉമ്മത്ത് ഒന്നായി ശിർക്കിൽ പതിക്കും എന്ന് ഞാൻ പേടിക്കുന്നില്ല. കാരണം ശിർക്ക് എന്നത് ഈ ഉമ്മത്തിൽ ചില ആളുകളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഹദീസോ വേറെ ഏതെങ്കിലും ഹദീസോ ശിർക്ക് വരികയില്ല എന്ന് സൂചിപ്പിക്കുന്നില്ല. 10-14 ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ഈ ഹദീസിന്റെ വ്യാഖ്യാനം മുഹദ്ദിസുകൾ പറഞ്ഞത് ഈയുള്ളവൻ എഴുതി ഇസ്ലാഹി മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലക്കം എനിക്ക് ഓർമ്മയില്ല, 2 വർഷം മുമ്പ്. മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരികയില്ലെന്നോ എന്നാണ് അതിന്റെ ഹെഡിങ്. നിങ്ങൾ വായിക്കണം അത്. അപ്പൊ മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം പരിശോധിക്കണം, മുസ്ലിം ഉമ്മത്തിൽ ശിർക്ക് വന്നു പോയിട്ടുണ്ടോ? നാം ജീവിക്കുന്നത് ഒരുപാട് മതവിശ്വാസികൾക്കിടയിലാണ്. ഭൗതിക ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് മതവിശ്വാസികളോട് ഇടപഴകിക്കൊണ്ടും സമ്പർക്കം പുലർത്തിക്കൊണ്ടുമാണ് ഞാനും നിങ്ങളും കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്പർക്കം നിമിത്തം നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പലപ്പോഴും പലതും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നാം പലപ്പോഴും ദീൻ വേണ്ടതുപോലെ പഠിക്കാത്തതിനാൽ ഏതാണ് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം, ഏതാണ് ഇസ്ലാമിക വിരുദ്ധമായ അനിസ്ലാമിക വിശ്വാസം എന്ന് നമ്മളിൽ പലർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ നാം പലരുമായും കൂടിക്കലരുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് വേണ്ടതുപോലെ ധാരണയില്ലെങ്കിൽ നാം ശിർക്കിലേക്ക് പോകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തൗഹീദും ശിർക്കും വകതിരിച്ചു നാം മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ നാം അറിയാതെ ശിർക്കിലേക്ക് പോകും. ശിർക്കാണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമ്മുടെ ഉമ്മത്തിൽ കാണാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ 1-ാം തീയതി മുതൽ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിൽ പ്രഥമവും പ്രധാനവുമായി കണ്ടത് ശിർക്കിനെതിരെയുള്ള ബോധവൽക്കരണമാണ്. മുസ്ലിം ഉമ്മത്തിലെ ജീർണതകളിൽ ഏറ്റവും വലിയ ജീർണതയായി ഞങ്ങൾ കാണുന്നത് ഈ ഖബർ ആരാധനയും അതുപോലെ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുമാണ്. ഇന്നും എന്നും അതിൽ യാതൊരു മാറ്റവുമില്ല. പല ആളുകളും പറയുന്നു മുജാഹിദുകളുടെ തൗഹീദ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, മുജാഹിദുകളുടെ തൗഹീദിന് ഒരു മാറ്റവുമില്ല. മുജാഹിദുകൾ അന്ന് പറഞ്ഞത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അത് ജിന്നാകട്ടെ മലക്കാകട്ടെ മരിച്ച മഹാന്മാരാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ദേവിയാകട്ടെ ബീവിയാകട്ടെ തങ്ങളാകട്ടെ തമ്പുരാനാകട്ടെ ആരാകട്ടെ എല്ലാം ബഹുദൈവത്വമാണ്. ഇതിൽ യാതൊരു മാറ്റവും ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല. ആർക്കും അതിൽ സംശയം വേണ്ട. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് തികഞ്ഞ ബഹുദൈവത്വമാണ്, പൊറുക്കപ്പെടാത്ത പാപമാണ്. അതിന്റെ ഗൗരവം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശിർക്കിനെ കുറിച്ച് പഠിക്കണം. ചില ആളുകൾ പറയും ശിർക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് തൗഹീദ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്താ പോരെ. അങ്ങനെയാണ് ചില ദഅവത്ത് സംരംഭക്കാര്. ശിർക്കിനെ കുറിച്ച് അവരൊന്നും മിണ്ടൂല. നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്താ ശിർക്കിനെ കുറിച്ച് പറയാത്തത്? മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്ജത്ത് വീണ്ടെടുക്കാൻ യഥാർത്ഥ ഇസ്ലാമിക ദഅവത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് ദഅവത്തുമായി പോകുന്ന നമ്മുടെ ചില സുഹൃത്തുക്കൾ, അവരെ ഇഖ്ലാസിനെ പറ്റിയോ അവരുടെ മത സ്നേഹത്തെക്കുറിച്ചോ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അവരെ ഈ പ്രബോധന ശൈലിയിൽ അവർ പലപ്പോഴും ശിർക്ക് ബിദ്അത്തുകളെ അവഗണിക്കുകയാണ് പതിവ്. അതിനെക്കുറിച്ച് അവർ ചോദിച്ചാൽ പറയും, തൗഹീദ് അങ്ങോട്ട് പഠിപ്പിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ശിർക്ക് അങ്ങ് ഔട്ടാവും. എന്നിട്ട് അവരൊരു ഉദാഹരണം പറയും. നമ്മളൊരു ഇരുട്ടുള്ള റൂമിലേക്ക് ടോർച്ചങ്ങ് അടിച്ചാൽ ഇരുട്ടങ്ങ് താനേ നീങ്ങിക്കൊള്ളും. അതുപോലെയാണ് നമ്മളെ ചില പോയത്തക്കാരൊക്കെ അത് ശരിയാണല്ലോ, ശിർക്ക് ശിർക്ക് എന്ന് പറയാതെ തൗഹീദ് അങ്ങനെ പറഞ്ഞാ പോരെ. ശിർക്ക് പറയാതെ തൗഹീദ് വ്യക്തമാകുമോ കൂട്ടരെ? ഏതൊരു കാര്യവും വ്യക്തമാകണമെങ്കിൽ അതിന്റെ നേർവിപരീതം പറയണം. കറുപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ വെളുപ്പ് തിരിയണം. രാവെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പകലിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മനസ്സിലാവൂല. അതുകൊണ്ട് തൗഹീദ് എന്താണെന്ന് അറിയണമെങ്കിൽ ശിർക്കിനെ കുറിച്ച് പറയണം. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, കാന നാസ് യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലുഹു അനിൽ ശർരി. എല്ലാവരും റസൂലുള്ളാഹിയോട് ഖൈറിനെ പറ്റി, നന്മയെ കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ഞാൻ റസൂലുള്ളാഹിയോട് ചോദിക്കാറുള്ളത്
ഷർറിനെ കുറിച്ചാണ്. എന്തിനാ ഷർറിനെ കുറിച്ച് ചോദിക്കുന്നത്? മഖാഫത അൻ അഖഅ ഫീഹി, ഞാൻ അതിൽ പെട്ടുപോകുന്നത് പേടിച്ചുകൊണ്ട്. അപ്പൊ ശിർക്ക് എന്താണെന്ന് ചോദിച്ചറിയണം. അപ്പോൾ മാത്രമേ ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. മുസ്ലിം ഉമ്മത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശിർക്ക് വരുന്ന വഴികളെ തിരിച്ചറിയണം. മുസ്ലിം ഉമ്മത്തിലെ ശിർക്കിൽ പ്രധാനപ്പെട്ട ഭാഗം പ്രാർത്ഥനയിലൂടെയാണ് ശിർക്ക് വന്നിട്ടുള്ളത്. മനുഷ്യൻ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ നിത്യേന എന്നോണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ കൊടുങ്കാറ്റുണ്ടാകുന്നു, പേമാരി ഉണ്ടാകുന്നു, വരൾച്ചയുണ്ടാകുന്നു, അല്ലെങ്കിൽ അങ്ങ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു, സുനാമി ഉണ്ടാകുന്നു. ഇതൊന്നും തടഞ്ഞു നിർത്താൻ എന്തൊക്കെ സാമർത്ഥ്യവും എന്തൊക്കെ ശാസ്ത്ര സാങ്കേതിക ഉപാധികളും മനുഷ്യന്റെ കയ്യിലുണ്ടായിട്ടും മനുഷ്യന് സാധിക്കുന്നില്ല. കണ്ടോ, സുനാമിയെ കുറിച്ച് മൃഗങ്ങൾ അറിഞ്ഞു, മനുഷ്യൻ അറിഞ്ഞില്ല. കടന്നുറങ്ങുന്ന മനുഷ്യൻ, നിങ്ങൾ കേട്ടു സുനാമിയുടെ ദുരന്തങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ തുടച്ചു നീക്കി, അവിടെ കെട്ടിടം ഉണ്ടെന്ന് പോലും തോന്നാത്ത വിധം. എന്താ? കടലിനകത്തുണ്ടായ ഭൂകമ്പം അത് കരയിലേക്ക് വരികയാണ്, കടൽ കരയിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ സാധിക്കും? നിസ്സഹായായ മനുഷ്യൻ കൈയുയർത്തി പ്രാർത്ഥിക്കാനല്ലാതെ അവന് കഴിയുകയില്ല. മനുഷ്യൻ എന്തൊക്കെ സാധ്യതകളും സമ്പത്തും സൗകര്യങ്ങളും സാങ്കേതിക വിദ്യ ഒക്കെ കൈവശമുണ്ടെങ്കിലും അവൻ കഴിവുകെട്ടവനാണ്, നിസ്സഹായനാണ്, അവൻ പരാശ്രയമുള്ളവനാണ്, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവനാണ്. റബ്ബിനെ ആശ്രയിക്കേണ്ടാത്ത, ഈ സൃഷ്ടാവിനെ ആശ്രയിക്കേണ്ടാത്ത ഒരുവനുമില്ല. അപ്പൊ പ്രാർത്ഥന എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ്. പ്രാർത്ഥിക്കാത്ത ആരും ഉണ്ടാവില്ല, അതാണ് വാസ്തവം. അങ്ങനെയുള്ള പ്രാർത്ഥന അതൊരിക്കലും തന്നെ അള്ളാഹുവിനോടല്ലാതെ, സൃഷ്ടാവിനോടല്ലാതെ മറ്റാരോടും പാടില്ല. അത് ആ വിഷയത്തിലാണ് മുസ്ലിംകൾക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. നമ്മൾ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ മദ്രസയിലൊക്കെ ചൊല്ലിപ്പടിക്കും. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ലെന്ന്, ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ, അല്ലാഹു ഒഴികെ യാതൊരു ഇലാഹുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ഇലാഹിന്റെ അർത്ഥമെന്ന് പല ആളുകൾക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. ചിലരൊക്കെ പറയും അല്ലല്ലാതെ പടച്ചവനില്ല. പടച്ചവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ, ഖാലിഖ്, അതാണോ അതിന്റെ അർത്ഥം? ഇലാഹിന്റെ അർത്ഥം അല്ല. ഇലാഹ് എന്നത് ഒരു പൊതുപേരാണ്. ആരാധന അർപ്പിക്കപ്പെടുന്ന എല്ലാത്തിനുമുള്ള ഒരു വർഗനാമമാണത്. ഇസ്മു ജിൻസിൻ ലികുല്ലി മഅബൂദ്, ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന പേരാണ് ഇലാഹ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ഇലാഹ് ആരാധനക്കർഹൻ എന്നാണ്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്തിന് അർഹൻ, അൽ മഅബൂദ് ബിഹഖ്ഖിൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥം? യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ, സാക്ഷാൽ ആരാധ്യൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അപ്പൊ ലാ ഇലാഹ എന്നിടത്ത് നമ്മൾ ആദ്യം പഠിക്കണം. എന്താ? അല്ലാഹുവിന്റെ പുറം ആരാധിക്കപ്പെടുന്ന ഏതൊക്കെ വ്യക്തികളും ശക്തികളും ഉണ്ടോ അതിനെയൊക്കെ തള്ളിപ്പറിയണം, അതിനെയൊക്കെ നിഷേധിക്കണം. അപ്പോഴേ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. മനുഷ്യർ എന്തിനെയൊക്കെ ആരാധിക്കുന്നുണ്ടെന്ന് CH മുഹമ്മദ് കോയ പറയുന്നത് പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ചൊല്ലിപ്പടിക്കുന്ന ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ താല്പര്യം എന്ന് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. അപ്പൊ അർഹതയില്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ, ഒരുപാട് സൃഷ്ടികൾ ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. അവയെല്ലാം വ്യാജ ദൈവങ്ങളാണ്, കള്ള ദൈവങ്ങളാണ്. യഥാർത്ഥ ദൈവം, യഥാർത്ഥ ആരാധ്യൻ, ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, ലോകത്തിന് മുഴുവനും രക്ഷ നൽകുന്ന ഏകനായ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണ്. അതിനാളുകൾ എന്തു പേര് പറഞ്ഞു വിളിച്ചാലും, ഈശ്വരൻ എന്ന് പറയും ചില ആളുകള്, ഗോഡ് എന്ന് പറയും ഇംഗ്ലീഷുകാരൻ, ഖുദാ എന്ന് പറയും ഉറുദുക്കാരൻ, എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഏകനായ അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അപ്പൊ ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ആരാധനക്കർഹനായി ആരും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല, ഇല്ലല്ലാ, അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു ഒഴികെ ആരാധനക്കർഹനായി ആരുമില്ല എന്നത്, ഈ തത്വമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ശത്രുക്കൾക്ക് ദഹിക്കാതെ പോയത്. നമുക്കറിയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വരുന്ന കാലത്ത് 1400 വർഷം മുമ്പ് മക്കയിലും പരിസരത്തും ബിംബാരാധന കൊടികുത്തി വാഴുകയായിരുന്നു.
മരിച്ചുപോയ മഹാന്മാരെ ആരാധിച്ചിരുന്ന, അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചിരുന്ന ആളുകൾ, ഖബറുകളെ പൂജിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശവുമായി യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ലാത്ത എന്ന് പറയുന്നത് അവിടെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് മധുരപാനീയം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ ഖബറിൽ ഭജനമിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ബിംബമുണ്ടായി. അങ്ങനെ ബിംബ ആരാധനയിലേക്ക് പോയി ലാത്തയെ ആരാധിച്ചു. അതുപോലെ ഉസ്സയെ ആരാധിച്ചു, മനാത്തെ ആരാധിച്ചു, ഇബ്രാഹിം നബി ആരാധിച്ചു, ഇസ്മായിൽ നബി ആരാധിച്ചു. ഇങ്ങനെ പലതിനെയും ആരാധിച്ചിരുന്നു ആളുകൾ. ഇവിടെയാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന സന്ദേശവുമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. പക്ഷേ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, എനിക്ക് പിന്നെ ലാത്തയോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ ഈ തത്വം നമുക്ക് സ്വീകാര്യമല്ല. ലാത്ത നമ്മുടെ ഇലാഹല്ലേ, ഉസ്സ നമ്മുടെ ഇലാഹല്ലേ, മനാത്തയും ഇലാഹല്ലേ. മുഹമ്മദ് പറയുന്നു അല്ലാഹു മാത്രമാണ് ഇലാഹ. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കരിച്ച് പിന്മാറുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് കേട്ടൂടാ. മാത്രല്ല അവർ ചോദിച്ചു, അജഅലൽ ആലിഹത ഇലാഹം വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. എന്തു പറ്റി മുഹമ്മദിന് എല്ലാ ഇലാഹുകളെയും കൂട്ടി ഒറ്റ ഇലാഹാക്കിയല്ലോ? ഇതൊരു പുതുമയുള്ള കാര്യം തന്നെ, വലിയ അതിശയം തന്നെ. അപ്പൊ എല്ലാം ഇലാഹല്ലേ? അള്ളാഹും ഇലാഹാണ്, ലാത്തയും ഇലാഹാണ്, ഇബ്രാഹിം നബി ഇലാഹാണ്, ഇസ്ഹാഖ് നബി ഇലാഹാണ്, അവരൊക്കെ ഇലാഹാണ്. ഇവരൊക്കെ ആരാധിക്കണം. ഇതാണ് അവരുടെ ചിന്താഗതി. ഇലാഹിന്റെ അർത്ഥം ശരിക്കും അറിയുന്നത് കൊണ്ടാണ് അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കാതിരുന്നത്. അബൂജഹലിനെ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇസ്ലാമിലെ തൗഹീദ് ശരിക്കും മനസ്സിലാകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുണ്ടായിരുന്ന വിശ്വാസാചാരങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. അതിനാണ് ജാഹിലിയത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞതയുടെ അവിവേകത്തിന്റെ കാലം. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടുവന്നു. അവിടുത്തെ ഖുർആനെ വിശദീകരിച്ചു. അപ്പോൾ ഓരോ ജാഹിലിയത്തിനെയും തുടച്ചു നീക്കി യഥാർത്ഥ ഇസ്ലാമിനെ സ്ഥാപിച്ചു. അപ്പൊ ഇസ്ലാം വരുമ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് ഏതൊരു വിശ്വാസമാണ് ഇസ്ലാം കൊണ്ടുവന്നതെന്നും ഏതൊരു വിശ്വാസമാണ് ഇസ്ലാം തുടച്ചു നീക്കിയതെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഹസ്രത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നമാ തൻഖുലു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ്യ. ജാഹിലിയത്ത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരാൾ ഇസ്ലാമിക സമുദായത്തിൽ വളർന്നു വന്നാൽ ഇസ്ലാമിന്റെ പിരികൾ ഒന്നൊന്നായി അഴിഞ്ഞു പോകുന്നതാണ്. കണ്ടോ? അപ്പൊ ഇസ്ലാമിന്റെ പിരികൾ അഴിഞ്ഞു പോകാൻ കാരണം എന്താ? ജാഹിലിയത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട്. അപ്പൊ ജാഹിലിയത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായും അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള മക്ക മുശ്രിക്കുകൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവർ പടച്ചവനില്ല, പരലോകമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായിരുന്നു. അങ്ങനെയുള്ള കുറച്ചാളുകൾ അവിടെ ഉണ്ടായിരുന്നു. മക്കയിൽ ഇന്നത്തെ പോലെയുള്ള ഒറ്റയും തറ്റയുമായ ചില നിരീശ്വരവാദികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ അവർ മക്ക മുശ്രിക്കുകൾ അവർ ഈശ്വരവാദികളായിരുന്നു, ഒരിക്കലും നിരീശ്വരവാദികളായിരുന്നില്ല. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അല്ലാഹുവിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുത്തില്ല. അല്ലാഹുവിനെ അറിഞ്ഞില്ല എന്നല്ല, അല്ലാഹുവിനെ അറിഞ്ഞു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുപോലെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അറിയാൻ അവർക്ക് സാധിച്ചില്ല. അവര് നോമ്പെടുത്തിരുന്നു, ആശൂറ നോമ്പെടുത്തിരുന്നുവെന്ന് ഹദീസിന്റെ കിതാബിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ ഹജ്ജ് ചെയ്തിരുന്നു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം അവർ ഹജ്ജ് ചെയ്തിരുന്ന വിഷയം, അവർ തൽബിയത്ത് ചൊല്ലിയിരുന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു അവർ? കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു അവർ തവാഫിൽ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അത്രയും എത്തിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖദിൻ ഖദിൻ, മതി മതി, നിർത്തു നിർത്തു, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു
ലാത്തയുടെയും മുസയുടെയും വിളിക്കുത്തരം ചെയ്തിട്ടല്ല, അള്ളാഹുവേ എന്ന് വിളിച്ചിട്ടാ. ലബ്ബൈക അല്ലാഹുമ്മ, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ആരാ പറയുന്നത്? മക്കത്തെ മുസ്ലിങ്ങളല്ല, മക്കത്തെ മുശ്രിക്കുകൾ. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അത് മുസ്ലിമീങ്ങൾ പറയുന്ന തൽബിയത്താ. പക്ഷെ അവിടെ കടന്നു. നബി നിർത്താൻ പറഞ്ഞിട്ട് അവർ നിർത്തിയില്ല. ഇല്ലാ ശരീക്കൻ. കണ്ടോ, നിനക്ക് ഒരു തരം പങ്കുകാരുണ്ട്, ഒരു പങ്കുകാരും ഇല്ല എന്ന് പറഞ്ഞ സമയം എന്നാൽ ഒരു തരം പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ ഹുവലക, അവൻ നിനക്കുള്ളതാണ്, അവൻ നിന്റെ അധീനത്തിലുള്ളതാണ്. തംലികുഹു, ആ പങ്കുകാരനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക, ആ പങ്കുകാരൻ എന്തിനെയൊക്കെ ഉടമപ്പെടുത്തുന്നുവോ അതിന്റെ ഉടമസ്ഥനും നീയാണ്. കണ്ടോ, അപ്പൊ അള്ളാഹുവിന്റെ പരമാധികാരം അവർ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ആ പരമാധികാരിയായ അള്ളാഹുവിന്റെ കീഴിലും അധീനത്തിലുമുള്ള ചില പങ്കുകാരിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട്, അള്ളാഹ്ക്ക് ശരീക്കുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് തെറ്റല്ല എന്നാണ്. ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മുശ്രിക്കുകൾ തന്നെയാണ്, അത് തെറ്റായ കാര്യമല്ല എന്നാണ് അവരെ വാദം. കണ്ടോ, അതിപ്പം അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ കഅബ തവാഫ് ചെയ്തിരുന്നു. സൂറത്ത് അഅറാഫിലെ 31-ാമത്തെ ആയത്ത്, യാ ബനി ആദം ഖുദൂ സീനത്തക്കും മിൻ കുല്ലി മസ്ജിദ്, ആദമിന്റെ മക്കളെ നിങ്ങൾ എല്ലാ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ അലങ്കാര വസ്ത്രം സ്വീകരിക്കണം എന്ന ആയത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് സുന്നികളുടെ പരിഭാഷയായ KV മുഹമ്മദ് മുസ്യാർ കുറ്റനാടിന്റെ പരിഭാഷയിൽ കാണാം, ഇസ്ലാമിന് മുമ്പ് ഹജ്ജിൽ പ്രവേശിച്ചാൽ അറബികൾ മാംസവും കൊഴുപ്പും കഴിക്കാറുണ്ടായിരുന്നില്ല. ആരാധനാ വേളയിൽ അത് അനുയോജ്യമല്ലെന്നായിരുന്നു അവരുടെ ധാരണ. അപ്രകാരം തന്നെ കഅബ തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും വസ്ത്രം ധരിച്ചിരുന്നില്ല. പാപം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം പുണ്യകർമ്മം ചെയ്യുമ്പോൾ ധരിക്കൽ തെറ്റാണെന്നായിരുന്നു അവരുടെ വാദം. ഫത്ഹുർ റഹ്മാൻ 2:248. അപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. അബൂജഹൽ ആജിയറാണ്, ഉത്ബത്ത് ആജിയറാണ് എന്ന് പറയുന്നു. അപ്പൊ ഹജ്ജ് അവർ ചെയ്തിരുന്നു. ഏത് അള്ളാഹ്ക്ക് വേണ്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരുന്ന അതേ അള്ളാഹ്ക്ക് വേണ്ടി അവർ ഹജ്ജ് ചെയ്തിരുന്നു എന്ന് മാത്രല്ല, സൂറത്തുൽ ബഖറയിൽ കാണാം, സുമ്മ അഫീദൂ മിൻ ഹൈസു അഫാദന്നാസ്, ജനങ്ങൾ ഒഴുകി വരുന്നിടത്ത് നിങ്ങളും ഒഴുകി വരണം. അറഫയിൽ ഇറങ്ങുന്നതിനെ പറ്റി പറയാണ്. അറഫയിൽ ഒരു ഒഴുക്കാണല്ലോ, അതുപോലെ നിങ്ങളും ഒഴുകി വരണം. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൂത്തനാട് മുസ്ലിയാർ പറയാണ്, ഇസ്ലാമിന് മുമ്പ് ഖുറൈശികളും അവരനുകരിച്ചിരുന്നവരും ഹജ്ജിനോടനുബന്ധിച്ച് അറഫാത്തിൽ നിൽക്കുന്നതിന് പകരം മുസ്ദലിഫയിൽ പോയി നിൽക്കുകയായിരുന്നു പതിവ്. മറ്റു അറബികളെല്ലാം അറഫാത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. ഇസ്ലാമിൽ ഹജ്ജ് നിർബന്ധമാക്കിയപ്പോൾ എല്ലാവരും അറഫാത്തിൽ തന്നെ പോയി നിൽക്കണമെന്നും പിന്നെ അവിടെ നിന്ന് മടങ്ങണമെന്നും കൽപ്പിക്കപ്പെട്ടു. അതാണ് ഈ വാക്യത്തിന്റെ താല്പര്യം. ഞാനിത് വായിച്ച എന്തിനാണെന്നറിയോ? മക്ക മുശ്രിക്കീങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു. എന്താ ഈ പറയണത്? മുശ്രിക്കീങ്ങളെ മുസ്ലിമാക്കവര്, അബൂജഹലിനെ ഈമാൻ കൊടുക്കവര് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ കൂത്തനാടിന്റെ പരിഭാഷ വായിച്ചതാ. ഞങ്ങൾ ഹറമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹറമിന്ന് പുറത്തു പോവില്ല. അപ്പൊ അറഫ ഹറമിന് പുറത്താ, അതുകൊണ്ട് അവരിപ്പുറത്ത് നിൽക്കും മക്കാര്. അപ്പൊ പറയാണ് അത് പറ്റൂല, എല്ലാരും അറഫയിൽ തന്നെ നിൽക്കണം. എന്നിട്ട് അറഫയിൽ എല്ലാരും പോരുമ്പോ നിങ്ങളും പോരണം. അപ്പൊ അവര് ഹജ്ജ് ചെയ്തിരുന്നു, ആശൂറ നോമ്പ് നോറ്റിരുന്നു. വഖാത്ത് തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ്യ, മുഹറം 10ന്റെ നോമ്പ് ഖുറൈശികൾ ജാഹിലിയ കാലത്ത് നോറ്റിരുന്നു എന്ന്. അതുപോലെ തന്നെ അവർ അള്ളാഹ്ക്ക് നേർച്ച നേർന്നിരുന്നു. സൂറത്ത് അൻആമിൽ കാണാം, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബാ, അള്ളാഹു അവർക്കായി സൃഷ്ടിച്ചു കൊടുത്ത കാലികളിലും കൃഷിയിൽ നിന്നും ഒരു വിഹിതം അവർ മാറ്റിവെച്ചിരുന്നു അള്ളാഹ്ക്ക് വേണ്ടി. ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം, എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹ്ക്കുള്ളതാണ് അവർ ജൽപ്പനമനുസരിച്ച്. വഹാദാലി ശുറകാഇന, ഇത് നമ്മുടെ പങ്കാളികൾക്കും. അപ്പൊ കൃഷിയെന്നും കാലികളിലും ഒരു വിഹിതം പടച്ചോനും ഒരു വിഹിതം അവരെ പങ്കാളികൾക്കും. ഫമാ കാന ലിശുറകാഇഹിം ഫലാ യസിലു ഇലല്ലാഹ്, പങ്കാളികൾക്കുള്ളതൊരിക്കലും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. വമാ കാന ലില്ലാഹ്, അള്ളാഹുവിനുള്ളതാകട്ടെ ഫഹു യസിലു ഇലാ ശുറകാഇഹിം, അത് അവരെ പങ്കാളികൾക്ക് എത്തുകയും ചെയ്യും. കണ്ടോ, സാമാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര മോശം. ഇതിനെപ്പറ്റി കൂറ്റനാട് മുസ്ലിയാർ പറയാ, ബിംബങ്ങൾ അള്ളാഹുവിന്റെ പങ്കുകാരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. തദടിസ്ഥാനത്തിൽ അള്ളാഹു സൃഷ്ടിച്ച കൃഷി, കാലികൾ എന്നിവയിൽ നിന്നൊരംശം അള്ളാഹുവിനും ഒരംശം തങ്ങളെ ബിംബങ്ങൾക്കും അവർ നീക്കിവെച്ചിരുന്നു. ഇങ്ങനെ അവർ ചെയ്തിരുന്ന യാതൊരു ലക്ഷ്യത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നില്ല. അതാണ് തങ്ങളുടെ വാദമനുസരിച്ച് ബിസഅമിഹിം എന്ന് പറഞ്ഞത്.
അള്ളാഹുവിനായി നീക്കിവെച്ചത് വിരുന്നുകാർ, ദരിദ്രന്മാർ മുതലായവർക്കും വിഗ്രഹങ്ങൾക്കുള്ളത് അവയുടെ പൂജാരികൾക്കുമാണ് കൊടുത്തിരുന്നത്. അള്ളാഹുവിന്റെ ഓഹരിയിൽ നിന്ന് വല്ലതും അള്ളാഹുവിന്റെ പങ്കുകാരായ ബിംബങ്ങൾ ഓഹരിയിൽ പെട്ടാൽ അള്ളാഹുവിന്റെ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചെടുക്കുകയില്ല. മറിച്ചാണെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യും. പങ്കാളികളുടെ ഓഹരി നശിച്ചാൽ അള്ളാഹുവിന്റേത് അങ്ങോട്ട് തിരിക്കും, അള്ളാഹുവിന്റെ നശിച്ചാൽ അതിലേക്ക് മറ്റേ തിരിക്കുകയുമില്ല. കണ്ടോ, അള്ളാഹ്ക്ക് നീക്കിയ ഓഹരിന്ന് വല്ലതും കുറവ് വന്നാൽ അത് നികത്തൂല. പങ്കുകാർക്ക് നീക്കി വെച്ചിന് വല്ലതും കുറവെന്ന അള്ളാഹിന്റെ ഓഹരിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അള്ളാഹ് തന്നെയനല്ലേ, നമ്മളെ പങ്കുകാർ ദരിദ്രരല്ലേ. ഇത് ഞാൻ വായിച്ചത് എന്തിനാ? അവർ അള്ളാഹ്ക്ക് നേർച്ചയാക്കിയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മക്കത്തെ മുശ്രിക്കുകള് അള്ളാഹ്ക്ക് നേർച്ചയാക്കിയിരുന്നു, അള്ളാഹ് കൊണ്ട് നോമ്പ് നോറ്റിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിരുന്നു, അള്ളാഹിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കണ്ടോ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യാണ്, ഖാല അബൂജഹൽ പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവ ഇതിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, ഇതാണ് സത്യമെങ്കിൽ, നിന്റെ അടുക്കലുള്ള സത്യമെങ്കിൽ, മുഹമ്മദ് ഈ പറയുന്നതാണ് സത്യമെങ്കിൽ ഞങ്ങളുടെ മേൽ നീ കല്ലുമഴ വർഷിപ്പിക്കണേ ആകാശത്തു നിന്നും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ടുവരണമേ എന്ന് അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫനസലത്ത്, അപ്പോൾ ആയത്തിറങ്ങി. ഏതായത്ത്? വമാ കാന അല്ലാഹു യുഅദ്ദിബുഹും വഅന്ത ഫീഹിം. മുഹമ്മദേ, താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല, അവർ പാപമോചനം തേടുന്നവരായിരിക്കെ. സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ആയത്ത്. ഇത് ബുഖാരി കിതാബ് തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പൊ കണ്ടോ, അവർ അബൂജഹലാണ് അല്ലാഹുമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക്, സൂറത്ത് അൻആമിൽ തന്നെ 40-41-ാമത്തെ ആയത്ത്. ഖുൽ അറഅയ്തകും മിൻ അതാകും അദാബുല്ലാഹ് ഔ അതതുകുമുസ് സാഅ. നിങ്ങൾ നബിയെ പറയുക, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ കൂട്ടരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തിയാൽ, ഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമോ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ? ബൽ, ഇല്ല, ഇയാഹു തദ്ഊൻ, അവനെ മാത്രമാണ് നിങ്ങൾ ആ സമയത്ത് വിളിക്കുക. നിങ്ങൾക്ക് വല്ല ശിക്ഷയും വന്നിറങ്ങി, അല്ലെങ്കിൽ അന്ത്യസമയം വന്നാൽ നിങ്ങൾ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിക്കുക? അള്ളാഹിനെ മാത്രം നിങ്ങൾ വിളിക്കുക. അങ്ങനെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഏതൊരു കാര്യം നീക്കി കിട്ടാൻ നിങ്ങൾ അവനോട് തേടിയോ ആ പ്രശ്നത്തിൽ നിന്ന് അവൻ നിങ്ങളെ മോചിപ്പിച്ചു തരും, അവൻ ഉദ്ദേശിച്ചാൽ. അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളെ പങ്കാളികളെ മറന്നു പോവുകയും ചെയ്യുന്നു. അപ്പൊ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവരാരെ വിളിച്ചിരുന്നത്? അള്ളാഹുവിനെയാണ് വിളിച്ചിരുന്നത്. ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. ഖുർആൻ തന്നെ പല സ്ഥലത്ത് പറഞ്ഞു, അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമാക്കി അള്ളാഹിനോട് ദുആ ചെയ്യും. കരയിലേക്ക് അവർ രക്ഷപ്പെടുത്തിയാലോ, കപ്പലിൽ കാറ്റും കോളും പിടിപെട്ട് കപ്പൽ മറിയാൻ പോകുമ്പോ എല്ലാ പങ്കുകാരെയും വിട്ടിട്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ വീണ്ടും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മളെ നാട്ടിൽ പറയലില്ലേ, പാലം കിടക്കോളം നാരായണ നാരായണ, അറ്റ നടപ്പാലാണ്, അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴും, പാലം കിടന്ന അത് നാരായണ കൂരായണ എന്ന് പറയില്ലേ നമ്മുടെ നാടന്മാര്. എന്നതുപോലെ അപകടഘട്ടങ്ങൾ വരുമ്പോ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നൊരു വിചാരം. അതുകൊണ്ടാണല്ലോ മക്ക വിജയ ദിവസം ഓടി രക്ഷപ്പെട്ടു അബൂജഹലിന്റെ മകൻ ഇക്രിമ. എന്താ, മുഹമ്മദ് ഇന്ന് പകരം വീട്ടും, അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്ന നല്ല തടി സലാമത്താക്കിയിട്ട് ഒരു കപ്പലിൽ പോയി കയറി. എന്നിട്ടോ കപ്പല് ആടി വലയാൻ തുടങ്ങി. കുറച്ചങ്ങ് ചെന്നപ്പോ അപ്പൊ കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങള് കരയിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പങ്കാളികളെന്നും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമല്ലോ, നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചോളീന്ന് പറഞ്ഞു. അപ്പൊ ഇക്രിമ ചിന്തിച്ചു, ഇത് തന്നെയാണല്ലോ മുഹമ്മദും പറയുന്നത്. കടലിൽ നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിനെ സാധിക്കുമെങ്കിൽ കരയിലും നമ്മളെ രക്ഷിക്കാൻ അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അങ്ങനെ അയാൾ അവിടുന്ന് പ്രതിജ്ഞ എടുക്കാണ്, പടച്ചവനെ നീ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദിന്റെ കൈ പിടിച്ച് മുസ്ലിം ആകുന്നതാണ്. കപ്പല് നിലച്ചു, അയാൾ ഇറങ്ങി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ബൈഅത്ത് ചെയ്ത് മുസ്ലിമായി. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ എന്തിനാന്നല്ലോ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു.
അള്ളാഹുവാണ് ദീർഘായുഷ്യ നൽകുന്നവൻ എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. വൈദാ ഹുയ്യത്തും ബി തഹിയ്യത്തിൻ എന്ന സൂറത്ത് നിസായിലെ 86-ാമത്തെ ആയത്തിൽ സ്വാവി പള്ളി ദർശിലോന്ന സ്വാവിയിൽ തന്നെ കാണാം, നിങ്ങൾക്ക് ജീവിതം ദൈർഘ്യമായി കിട്ടട്ടെ എന്നാണ് മൊത്തത്തിൽ അഭിവാദനത്തിന്റെ അടിത്തറ. വകാലത്തിൽ അറബി ഇദാ ലഖിയ ബഅദുഹും ബഅദൻ യഖൂൽ ഹയ്യാകല്ലാഹ്. അറബികൾ പണ്ട് മുതൽക്കേ